നമസ്കാരം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി കഴിഞ്ഞ IPL സീസണിൽ കളിച്ച ഇന്ത്യൻ പേസ് ബൗളർ യശ് ദയാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയുമായി ഗാസിയാബാദിൽ നിന്നുള്ള യുവതി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓൺലൈൻ പരാതി പരിഹാര പോർട്ടലിലൂടെയാണ് പരാതി നൽകിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരാതി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗാസിയാബാദിലെ ഇന്ദിരാപുരം പോലീസിനോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. IGRSൽ സമർപ്പിച്ച പരാതി പരിഹരിക്കാൻ പോലീസിന് ജൂലൈ 21 വരെ സമയം നൽകിയിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2025 ജൂൺ 14 വനിതാ ഹെൽപ്പ് ലൈനിലും പെൺകുട്ടി പരാതി നൽകിയിരുന്നു. യശ് ദയാലുമായി 5 വർഷത്തോളമായി അടുത്ത ബന്ധമുണ്ട് എന്നും അയാൾ തന്നെ മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്തു എന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ ഇയാൾ പലപ്പോഴായി പണം വാങ്ങിയിട്ടുണ്ട് എന്നും നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ കബളിപ്പിച്ചിട്ടുണ്ട് എന്നും യുവതി പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, വീഡിയോ കോൾ രേഖകൾ, ഫോട്ടോകൾ എന്നിവ തെളിവായി തൻ്റെ പക്കലുണ്ട് എന്നും പരാതിക്കാരി പരാതിയിൽ പറയുന്നുണ്ട്. 27കാരനായ യശ് ദയാലും താനും 5 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ ബോധിപ്പിക്കുന്നത്. ഇതിനിടെ പലപ്പോഴായി യശ് തന്നെ വൈകാരികമായും മാനസികമായും ശാരീരികമായും ഉപയോഗിച്ചു എന്നും പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് യശ് വിവാഹ വാഗ്ദാനം നൽകിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തന്നെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയ യശിൻ്റെ പെരുമാറ്റം ഭർത്താവിൻ്റേതുപോലെ ആയിരുന്നുവെന്നും അതുവഴി വിശ്വാസം നേടിയെടുത്തുവെന്നും പരാതിക്കാരി വ്യക്തമാക്കുകയാണ്. ഇവിടെ മരുമകളെന്ന് പറഞ്ഞാണ് യശ് ദയാൽ തന്നെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയത്. ഭർത്താവിനെ പോലെയായിരുന്നു പെരുമാറ്റം. അങ്ങനെയാണ് താൻ അദ്ദേഹത്തെ വിശ്വസിച്ചത്. കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി പ്രതികരിച്ചപ്പോൾ യശ് ദയാൽ മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. തന്നെ ശാരീരികവും മാനസികവുമായി ദയാൽ പീഡിപ്പിച്ചുവെന്നും യുവതി പറയുന്നുണ്ട്. താനുമായി ബന്ധത്തിലായിരുന്ന സമയത്ത് ദയാലിന് മറ്റ് സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ യുവതി ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രണയകാലത്ത് മറ്റ് സ്ത്രീകളുമായി യശിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളും കൈവശമുണ്ട് എന്ന് യുവതി പറയുന്നുണ്ട്. മാത്രമല്ല, ചോദ്യം ചെയ്തപ്പോൾ തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടുവെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. താരം തന്നിൽ നിന്ന് പലപ്പോഴുമായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നും മുൻപ് മറ്റ് സ്ത്രീകളോടും യശ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. 2025 ജൂൺ 14 വനിതകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 181 വിളിച്ച് താൻ പരാതിപ്പെട്ടതിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചതെന്നാണ് ഈ യുവതി പറയുന്നത്. ഇത്തവണ IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി 15 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ താരം കൂടിയാണ് യശ് ദയാൽ.